കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി അഡ്വക്കേറ്റ് OM ശാലീന് ചുമതല ഏറ്റെടുത്തു. വെല്ലുവിളികൾ ഏറെയാണെങ്കിലും ഏറ്റെടുത്ത ഉത്തരവാദിത്തം കാര്യക്ഷമമായി നിർവഹിക്കുമെന്ന് OM ശാലീന ജനം ടിവിയോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. 2 ദിവസം മുൻപാണ് കേരള ഹൈക്കോടതിയിൽ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് അഡ്വക്കേറ്റ് OM ശാലീനെ കേന്ദ്ര നിയമ മന്ത്രാലയം നിയമിച്ചത്. അത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയത് 2 ദിവസം മുൻപാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ DSG ആ പദവിയിൽ എത്തുന്നത്. അഡ്വക്കേറ്റ് OM ശാലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സീനിയർ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. ആ പദവിയിലെത്തുന്ന ആദ്യ വനിത കൂടിയായിരുന്നു OM ശാലീന. ഇപ്പോൾ DSG പദവിയിലെത്തുന്ന ആദ്യ വനിത ശാലീന നമ്മോടൊപ്പം ചേരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DSG പദവിയിൽ കേരള ഹൈക്കോടതിയിൽ ആദ്യമായിട്ടാണ് ഒരു വനിത എത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ആദ്യമായിട്ടാണ് ഒരു സീനിയർ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടാകുന്നത്, വനിതാ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടിടത്തും ചരിത്രം കുറിച്ചൊരു വ്യക്തിയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? സന്തോഷമുണ്ട്. ഇത് ആ ഒരു പദവിയിലേക്ക് 2021 അവിടെ CAT സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ കോടതി കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ അവരുടെ എംപ്ലോയീസിന്റെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ അവർ നോക്കുന്നത് സർവീസ് മേഖലയിൽ പരിചയമുള്ള ഒരാളെയാണ്. ഇന്നത്തെ ഒരു പുതിയ യുഗത്തിന്റെ അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ കാലഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പുതിയൊരു നിയമനം നൽകുന്ന സമയത്ത് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയിട്ട് ആ ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പിയർ ചെയ്ത കേസുകളിൽ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്, അതിന്റെ ജഡ്ജ്മെന്റുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇതിനൊക്കെ കുറിച്ചൊക്കെ അവർക്ക് ഡേറ്റ പുൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ജെൻഡർ എന്നുള്ളത് മാത്രമല്ല, എല്ലാ പരിഗണനയും വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ആ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചുമതല അല്ലെങ്കിൽ എൻ്റെ ഒരു നിയമനം അത് ഇത്രയും കാലത്തെ എന്താണ് പറയുക, കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു റിട്ടേൺ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പദവിയിലേക്ക് എത്തിയതെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ വരുന്ന തലമുറ അല്ലെങ്കിൽ ജെൻഡർ വൈസ് പറയുകയല്ല, പക്ഷേ ആ വരുന്ന യുവതലമുറയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ടുണ്ടോ? എനിക്ക് പറയാനുള്ള മെസ്സേജ്, നമ്മുടെ കയ്യിൽ നമുക്ക് വന്നു ചേരുന്നത് ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഫയൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോലിയോ ചെയ്തോട്ടെ, ആ ജോലിയിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ 1% കൂടുതൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഡെഡിക്കേഷനാണ് കാര്യം. അപ്പം പിന്നീട് നിങ്ങൾ എന്തൊക്കെ പരിഗണന വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു ആളായി മാറുക എന്നുള്ളതാണ് എനിക്ക് യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റെക്കമെൻഡേഷനും പോകേണ്ട കാര്യമില്ല. ഈ കേന്ദ്ര സർക്കാരിന്റെ കേസുകൾ ഇവിടെ കൈകാര്യം ചെയ്യുക, അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുണ്ട്, അവരെയൊക്കെ ഏകോപനം ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് DSGയുടെ ചുമതല. ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ കേസുകളൊക്കെ വരുന്ന ഘട്ടത്തിൽ ഒരുപാട് വലിയൊരു ചുമതല തന്നെയാണ്. അത് ഏത് വിധത്തിലായിരിക്കും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ഈ ഒരു വർഷം വന്ന ലിസ്റ്റിലെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേര് സീനിയർ പാനൽ കൗൺസിലറായിട്ടുണ്ട്, CGCമാരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം എല്ലാ കേസുകളും DSGയുടെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, നമ്മളിത് കൃത്യമായ ആളുകളെ കണ്ടെത്തി അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യം നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതികളിൽ ആ കേസ് വരുമ്പോൾ അവരത് അപ്പിയർ ചെയ്യും, അവർ വേണ്ടത്ര കാര്യക്ഷമമായിട്ട് തന്നെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു വളരെ ഈസി ടാസ്ക്കാണ്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ, അതോടൊപ്പം തന്നെ ഭാവങ്ങളും നേരുന്നു. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ DSG ആണ് നമ്മോടൊപ്പം സംസാരിച്ചത്, ആശയവിനിമയം നടത്തിയത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് DSG ആണ്, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആണ്. അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികൾക്ക് പ്രത്യേകം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുണ്ട്, അവരുടെ ഏകോപന ചുമതലയും ഈ പദവിയിലിരിക്കുന്ന വ്യക്തിക്കുണ്ട്. ആ ഒരു പദവിയിലേക്കാണ് അഡ്വക്കേറ്റ് OM ശാലീന എത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ സുശോഭിനൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.